പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരുമിച്ചുള്ള കൂട്ടായ്മ, ഏക മനസ്സോട്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. രണ്ടുപേരും ഒരുമനപ്പെട്ട പ്രാർത്ഥന കർത്താവ് സ്വർഗത്തിലെ ശ്രദ്ധ വെച്ച് നമ്മുടെ മനസ്സുകളെ ഏകമാക്കി അപ്പനോട് നമുക്ക് ചോദിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വമുള്ള ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കർത്താവേ, ഇന്ന് ആരാധനയ്ക്ക് ശേഷം നമുക്ക് പിന്നെ ഒരു കൂടി വരവ് സൂമിലൂടെ ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാം. അപ്പന്റെ മക്കളായി ജൂഡബലകശ്യ. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ മിനിസ്ട്രി കുടുംബങ്ങളായി നിങ്ങൾ ഒരുമിച്ച് വരുന്ന അപ്പായെ നന്ദി പറയുന്നു. സ്തോത്രം വരുന്ന കർത്താവെ. അപ്പാ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷക്ത ദാസി ശോഭിയന്റിക്ക് ആ സ്തോത്രം, കുടുംബത്തിന് ആ സ്തോത്രം കർത്താവ്. കുടുംബമാരനിച്ച് ബലത്തോടെ സുഖത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുമ്പോൾ കർത്താവ് എല്ലാ കാര്യത്തിനും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് അനേകരുടെ കണ്ണുനീര് ഒപ്പിയെടുക്കാൻ താങ്ങുന്നണലായി തണുപ്പായി തീരുവാൻ നിങ്ങളുടെ മകൾക്ക് തന്ന നല്ല കുർബയ്ക്ക് ആ സ്തോത്രം കർത്താവെ. കുടുംബമായി പ്രിയമക്കളെ കുടുംബമായി ഇനിയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈടിച്ച് ഞങ്ങളുടെ കുഞ്ഞിനായ സ്തോത്രം. ഗീതുനെയും കുഞ്ഞിനെയും പ്രിയ മാതാവിനെയും സമർപ്പിച്ച് പ്രാർത്ഥനയുടെ മകളെ ബലപ്പെടുത്തും. ഇന്നത്തെ മീറ്റിംഗ് കർത്താവ് ലീഡിച്ച ഞങ്ങളുടെ മകൾക്ക് തന്ന നല്ല കൃപയ്ക്ക് കർത്താവെ സ്തുതിക്കുന്ന അനേർക്ക് അവൾ കർത്താവ് ഒരു അനുഗ്രഹമായി എന്റെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേൻ. ഇന്ന് പാടുന്ന മക്കളെ കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പാടുവാൻ സഹായിക്കണം. വചനം തരുന്ന പ്രിയപ്പെട്ട ബലപ്പെട്ട ശക്തിയോടെ ബലത്തോടെ ആവശ്യമായി നമുക്ക് എന്താവശ്യം ദൈവം അറിയുന്നു അത് തന്നെ സ്വർഗത്തിൽ നമുക്ക് വിളമ്പി തരുവാൻ സഹായിക്കണം കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുവാൻ ഇടയാക്കണം കർത്താവെ. അല്ലേലു. ഞങ്ങളുടെ കുറവുകളുണ്ട്, അത് കണക്കിടാതെ അപ്പൻ മക്കളോട് എന്ന പോലെ കരുണ കാണിക്കുക ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ. വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ നന്ദി. കർത്താവിന്റെ വരവിനെ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കാൻ നന്ദി കർത്താവെ. അപ്പ ഇത്തും കൂടി ചെയ്തും കേൾക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ ആമേൻ കലങ്ങി പോവാനല്ലപ്പാ, ക്ഷീണിച്ചു പോവാനല്ലപ്പാ, ഞങ്ങൾ നാളെ എന്തു ചെയ്യുന്നല്ലപ്പാ. എന്റെ കർത്താവപ്പച്ചന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കിയെടുക്കണം. ഞങ്ങളുടെ അകത്തേക്ക് മനുഷ്യൻ കേൾക്കുന്ന വചനം പോലെ ഒരുങ്ങിയിരിപ്പാൻ, ഉണരുവാൻ കർത്താവെ. ആമേൻ. ഹാലല്ലേ. ഉണർവിന്റെ ശക്തിയാണ് ഞങ്ങളുടെ വ്യക്തികളെ, കുടുംബങ്ങളെ. നിങ്ങൾ പല രാജ്യങ്ങളാർന്നു കർത്താവെ ഭവനങ്ങളിലായിരിക്കുമോ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവനാമത്തിലെ പീഠങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കൂട്ടിച്ചേർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാവരും തിരുസാന്നിധ്യം കൊണ്ട് ആത്മാവ് തന്നെ ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കർത്താവ് ഒരു മനുഷ്യമല്ല കർത്താവെ. ദൈവനാമ മഹത്വത്തിനായി കർത്താവിന്റെ മക്കൾ നടത്തുന്ന കൂട്ടായ്മ കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയാചന കേട്ട നല്ല സ്തോത്രം. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജെസ്സി ആന്റി. പ്രാർത്ഥിച്ചതിനായി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. നമ്മുടെ എൽസി ആന്റി ഒരു പാട്ട് പാടുന്നതായിരിക്കും. എൽസി ആന്റി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ രണ്ടാമത്തെ പാട്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. ഓക്കെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ വളരെ പഴയ പാട്ടാണ് പാടാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഉണർവരുൾക ഇന്നേരം ദേവാ, ആത്മതേജസ്വിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾക ഇന്നേരം ദേവാ. താവകത്തു മുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക. താവകത്തു മുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക. ദൂതവൃന്ദം സാദരം വാഴ്ത്തിടും ആശിഷദായക. ഹല്ലേലൂയ പാടുവാൻ, അല്ലൽ പാടെ മാറുവാൻ ദയത്തോ നേണമേ സ്വർഗതാദാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾക ഇന്നേരം ദേവാ, ആത്മതേജസ്വിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ
ഉണർവരുൾ ഗയന്നേരം ദേവാ ആണ്ടുകളാകവേ തീർന്നിടും നായതിൻ മുന്നമേ ആണ്ടുകളാകവേ തീർന്നിടും മായതിൻ മുന്നമേ നാദനിൻ കൈകളിൽ വേലയെ ജീവിപ്പിക്കണമേ നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേകണമേ സ്വർഗതാതാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾകായിന്നേരം ദേവാ ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞു പോയി ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞു പോയി ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമായി വന്നാലും നിന്നാലേ തന്നാലും ജീവാവിയെ തവ വാക്തത്വം പോൽ സ്വർഗതാതാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾകായിന്നേരം ദേവാ കാഹളനാദവും കേൾക്കുവാനാസന്ന കാലമായി വാനിൽ നീ വേഗത്തിൽ ശോഭിക്കും ആത്മമാണാളനായി നിൻ വരവിൻ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണും ഞങ്ങൾ ഒരു കീടണമേ സ്വർഗതാതാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾകായിന്നേരം ദേവാ ആത്മതേജസ്സിനാലേ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾകായിന്നേരം ദേവാ ആമേൻ സ്തോത്രം താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ കേൾക്കേണ്ട നല്ല വരികളായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വരികൾ ആന്റി പാടിയതിനായി നന്ദി ചൊല്ലുന്നു. ഇനിയും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തൊരു പാട്ടുകൂടെ നമുക്ക് കേൾക്കാം. നമ്മളെപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെയും സംഗീതത്തോടെയും വന്ന് കൂടുവാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ നമുക്ക് അപ്പായുടെ പാട്ട് കേട്ടാൽ മടുപ്പ് വരില്ല. നമുക്കൊരു പാട്ട് കൂടി നമ്മുടെ ഏറ്റവും വലിയ പാട്ടുകാരിയായ നമ്മുടെ ഷേർലി ഷിബു സിസ്റ്റർ പാട്ടുകൂടി കേൾക്കാം. കാരണം അതാകുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മളെ പാട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പാടാനായിട്ട് നമ്മുടെ ഷേർലി ഷിബു സിസ്റ്ററെ വിളിക്കുകയാണ്. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹമെന്ന് അറിയിക്കുന്നു. പ്രിയ അധ്യക്ഷയ്ക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഞാൻ നമ്മളെ ആദ്യമായിട്ടാണ് ഗീതു നമുക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. എൽസാൻഡിയുടെ പാട്ടായിരുന്നു രണ്ടാമത്. ആദ്യമേ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അത് ചിലപ്പോഴൊക്കെ എന്തുവാ ഈ നെറ്റ് പോകാൻ സാധ്യതയുണ്ട്, ചാടി ഇറങ്ങിപ്പോവും അറിയാതെ. അതുകൊണ്ട് കിട്ടിയ നേരത്തിന് ആദ്യം അങ്ങ് ഞാൻ പറഞ്ഞതാണ് പാടാൻ ആദ്യമേ കൊടുക്കാൻ കേട്ടോ. അതുകൊണ്ട് ആൻറ്റി എന്നോട് നേരത്തെ പറഞ്ഞത് രണ്ടാമത് പാടായിരുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഞാൻ എപ്പോഴും നേരത്തെ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ പാടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന
എന്നുള്ളം നിന്നിലാ ആഴമാ വിശ്വാസത്താ ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോൽ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോൽ. എന്നുള്ളം നിന്നിലാ ആഴമാം വിശ്വാസത്താൽ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. തിരനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. ഇരനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരെ ചൊരിഞ്ഞിടും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരെ ചൊരിഞ്ഞിടും. എന്നുള്ളം നിന്നിലാ ആഴമാ വിശ്വാസത്താൽ ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. വാക്കുകൾ ഇല്ല ഇല്ല. വാക്കുകൾ ഇല്ല ഇല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട സംഗീതം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉടയ്ക്കുകയും പണിയും ഒക്കെ ചെയ്യുന്ന വരികൾ ദൈവം നമ്മുടെ ഈ സമയങ്ങളിൽ അങ്ങനെ ഉടച്ച് പണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് സുവിശേഷത്തെ കേൾക്കാം. നമ്മൾ ഓരോരുത്തരും കേൾക്കാനിരിക്കുന്നത് അത് തന്നെയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്, നമുക്ക് ഇതിലൂടെ എന്താണ് ദൈവം നമുക്ക് തരുന്നൊരു ദൂത് ഒക്കെ കേൾക്കാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകളുടെ ശബ്ദം താഴണമെന്ന് പറയുന്നിടത്ത് ഇപ്പോൾ സ്ത്രീകൾ ഓരോരുത്തരും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ദൈവാനുഗ്രഹമാണ്. അതെന്തുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമാണ്. ഒരു സ്ത്രീ തന്നെ നമ്മളോട് ദൈവത്തിന്റെ ദൂതുകളും വചനത്തിന്റെ വഴികളും ഒക്കെ പറഞ്ഞു തരാൻ, അതിന്റെ പൊരുളൊക്കെ നമുക്ക് തരം തിരിച്ച് പറഞ്ഞു തരാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ കുഞ്ഞുമോൻ ആന്റിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവം നമ്മളോട് ആലോചന കൈമാറുന്നത് എന്താണെന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, വചനത്തിലൂടെ എങ്ങനെ നടക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാനും വചനത്തെ കേട്ട് നമുക്ക് സന്തോഷിക്കാനും നമ്മുടെ ജീവിതകാലത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വഴികൾ തുറന്നു തരാനായിട്ടും വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. കുഞ്ഞുമോൻ ആന്റിയെ സ്വാഗതം ചെയ്യുകയാണ്.
ആന്റിയുടെ മ്യൂട്ടാ. മ്യൂട്ടാന്നേ, മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തില്ല. കേൾക്കാല്ലേ? ഓക്കെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വൈകിയ വേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ സൂമിലേക്ക് വിളിച്ചതായ പ്രിയ സോഫി ആന്റിയെയും അതുപോലെ തന്നെ ഷേർലി ഷിബു സിസ്റ്ററെയും ഈ സൂമിലുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഈ സന്ധ്യയുടെ അടുത്ത സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ഷേർലി സിസ്റ്ററുമായിട്ട് പല മീറ്റിങ്ങുകളിൽ സംബന്ധിപ്പാൻ ദൈവമായി കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. സ്തോത്രം. പിന്നെ ഒരു പ്രാവശ്യം കൂടെ അവരുമായിട്ട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായി കർത്താവ് തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വൈകിവേളയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സൂമിൽ പ്രത്യേകാൽ ചില കുടുംബങ്ങളായ വ്യക്തികളാണ് സംബന്ധിക്കുന്നത്. സോഫി ആൻറ്റി മെസ്സേജിൽ ഒരു മെസ്സേജ് വിട്ട് എന്നോട് പറയുവാൻ തക്കണം ഇടയായി. ഒത്തിരി കാര്യമൊന്നും പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുവാൻ തക്കണം ഇടയായി തീർന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിലുള്ള സന്തോഷവും ദൈവത്തിലുള്ള അല്ലെങ്കിൽ സമാധാനവും പ്രാപിപ്പാൻ തക്കണം കർത്താവ് തൻ്റെ ജനത്തെ അവിടുന്ന് ഒരുക്കിയത് ഓർത്തി എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക ജീവിതങ്ങൾ സമാധാനമില്ലാതെ വരുമ്പോൾ പല വിധത്തിലും സമാധാനം തേടി ആശ്വസിക്കാൻ സ്തോത്രം ആഗ്രഹിക്കുമ്പോൾ അതിന് വകയില്ലാതെ വരുമ്പോൾ സൂസൈഡ് ചെയ്ത് ലോകത്തുനിന്ന് പോകുവാൻ തക്കണം ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ ദൈവ സമാധാനത്തിനുടമയാകുന്ന, ലോകം തരാത്ത സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കണം ദൈവയുടെ ഇടവരുത്തിയത് ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. സർവാശ്വാസങ്ങളുടെയും ദൈവം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവജനത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളേവരും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ഞാൻ സാധാരണ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക പ്രിപ്പറേഷൻ സാധാരണ കാണുകയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ആ ജനത്തിൻ്റെ നിലവാരം അവർ പ്രാർത്ഥിക്കുന്ന അനുസരിച്ചാണ് ദൈവം എനിക്ക് ദൂത് തരുന്നത്. അങ്ങനെയാണ് ഞാൻ ശുശ്രൂഷിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വളരെ പിൻബലമാണ്. ഇന്ന് പൽക്കാലം നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് എന്നെ ദൈവം ഏൽപ്പിക്കത്തുള്ളൂ. ഏൽപ്പിക്കുന്ന എനിക്ക് ശക്തമായി പറയുവാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ആരും അലക്ഷ്യ മനോഭാവത്തോടെ ആയിരിക്കരുത്, ആരും ഉറങ്ങരുത്. ഇവിടാണെങ്കിൽ നല്ല ചൂടാണ്, ദൈവത്തിന് സ്തോത്രം, ശക്തമായ ചൂടാണ്. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവമായ കർത്താവ് ബലപ്പെടുത്തട്ടെ. എന്നാലും ഓർക്കും സമയം ഇത്രയായല്ലോ, സമയം ഇത്രയായപ്പോൾ ഭയങ്കര ചൂടാ. സ്തോത്രം. രാത്രി മുഴുവൻ ചൂടാ, എപ്പോഴും ചൂടാ ഇവിടെ. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. എന്നാൽ നമ്മുടെ മധ്യത്തിൽ ദൈവമായ കർത്താവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ദൈവം നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് ആലോചന തന്ന് ധൈര്യപ്പെടുത്തട്ടെ. സ്തോത്ര. ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും സന്തോഷ പരിപൂർണതയും അവന് വലത്ത് ഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പ്രാപിപ്പാൻ തക്കണം ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഒരു വചനഭാഗം വായിച്ച് ദൈവസന്നാഹത്തിലായിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിച്ച് സഹായിക്കുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പറയുന്ന റെഫറൻസ് പെട്ടെന്ന് വായിച്ചാൽ വളരെ നന്നായിരിക്കും. ആകയാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ 11-ഉം 27-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം കൂടെ വായിക്കാം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. 27-25 കൂടെ. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അറിയിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എല്ലാവർക്കും കണ്ണടയ്ക്കാം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഋഖമന ബൗണ്ടി വിരിവിഷാന കലകതര ജലഹസ്തുനാദി ഗനക ചമ്പൽകമന ബലവസ്യാരക ഋഖമന ബൗണ്ടി വിരിവിഷമ്പലാദി ഗനകസ്യാര കലകതര ജലഹസ്തുനെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. വചനത്തിന്റെ ശക്തിയോട് വെളിപ്പെടുവാൻ ഇടയാക്കി മറയണം. പരിശുദ്ധരെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. റിബബബനബസ്യാരക. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. വായിച്ച വചനഭാഗ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവം ഇത് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ജനത്തിന് അത് പ്രയോജനമായി തീരുവാൻ ഇടയാക്കണം. ദൈവ പ്രവൃത്തിയോട് വെളിപ്പെടുവാൻ ഇടയാക്കുമാറാകണം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കണം. ഏഴെ താഴ്ത്തുന്നു. കൃപ വരണം. മഹത്വം തിരുമേനിക്ക് യേശുവിൽ അപേക്ഷിക്കുന്നു. നല്ല പിതാവേ, ആമേൻ. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വൈകിവേളയിൽ ചിന്തയ്ക്കായിട്ട് വായിപ്പാൻ തക്കണം ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളവരായിരിക്കാം, പ്രസംഗം കേട്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് ക്രൂശിന് മറയുകയാണ്. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഇതിൽ നിന്ന് സ്തോത്രം അടുക്കടുക്കായിട്ട് അങ്ങ് സംസാരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ആവശ്യമുള്ളത് ദൈവാത്മാവ് എന്നെ ഹല്ലേലൂയ അറിയിക്കുന്നത് മാത്രം. അതെ, സ്തോത്രം. അവിടെ നിന്നായിട്ട് പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നൽകി തരുവാൻ കർത്താവിൽ ശരണപ്പെടുക. ദൈവത്തിന് സ്തോത്രം. അവരവർക്കുള്ള ദൂത് അവരവരെ ഏറ്റെടുത്ത് വളരണം. മന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം പൊഴിച്ചു കൊടുത്തപ്പോൾ അവരവർക്കുള്ളത് അവരവർ പെറുക്കിയെന്ന. ഇന്ന് രാത്രികാലവും അല്ലെങ്കിൽ അവരവർക്കുള്ളത് പെറുക്കുവാൻ തക്കണം സ്തോത്രം ഒരുക്കത്തോടായിരിക്കാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി വൈദ്യനായ ലൂക്കോസ് എഴുതിയെന്ന് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ സ്വന്തം അനുഭവത്തിൽ നിന്നല്ല പലരിൽ നിന്നും കേട്ടതും അറിഞ്ഞതുമായ സംഭവങ്ങളെയാണ്, ചരിത്ര സംഭവങ്ങളെയാണ് ലൂക്കോസ് എഴുതിയതായിട്ട് കാണുവാൻ തക്കടെ സാധിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അത് ശിഷ്യന്മാർ ഹല്ലേലൂയ ചെയ്തതായ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ എഴുതപ്പെട്ടതിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കടെ സാധിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത ഹല്ലേലൂയ യാത്രയെ കുറിച്ചാണ് നമുക്കിവിടെ വായിപ്പാൻ തക്കണം ഇടയായി തീർന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, അവിടെയായി തൊട്ടേ ഞാൻ പോകത്തുള്ളൂ. നമുക്ക് സമയവും അധികമില്ലല്ലോ. അതുകൊണ്ട് സ്തോത്രം വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് രാത്രി ദർശനത്തിൽ തനിക്കൊരു അരുളപ്പാടുണ്ടാകുകയാണ്. നീ യെരൂശലേമിൽ എന്നെ സാക്ഷ്യം വഹിച്ചതുപോലെ തന്നെ റോമിലും എന്റെ സാക്ഷ്യം വഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് സ്തോത്രവും സ്തുതിയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് വളരെ വചനം ശ്രദ്ധിക്കുകയും വേണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാണുവാൻ തക്കടെ സാധിക്കുന്ന പൗലോസിനോട് ദൈവം ദർശനത്തിൽ പറയുകയാണ്, നീ യെരൂശലേമിൽ എന്നെ സാക്ഷിച്ചതുപോലെ റോമിലും എന്റെ സാക്ഷ്യം പ്രസ്താവിക്കണം. യെരൂശലേമിൽ സാക്ഷിച്ചപ്പോൾ വളരെ പ്രതികൂലങ്ങൾ അവനുണ്ടായിരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. സ്തോത്രം. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയില്ലാത്ത പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. പൗലോസിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അതൊക്കെ അവിടെയൊക്കെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിനാണ്. സ്തോത്രം. ഒരു യഹൂദനാണ്. പക്ഷേങ്കിൽ ഹല്ലേലൂയ എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണിക്കൊണ്ട് ക്രിസ്തു നിമിത്തം സകലത് ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനെയാണ് കാണുവാൻ തക്കടെ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ക്രിസ്തുവിനെ നേടണമെങ്കിൽ നമ്മൾ പലതും കളയേണ്ടിയിരിക്കുന്നു. പലതും വിട്ടിറങ്ങിയെങ്കിൽ, പലതും നഷ്ടപ്പെട്ടെങ്കിൽ ചിലത് നേടുവാൻ തക്കണം സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഹല്ലേലൂയ ദിതിയിരിക്കുന്ന വയൽ വാങ്ങുവാൻ ആ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റു. ദൈവത്തിന് സ്തോത്രം. തനിക്കുള്ളത് മുഴുവൻ വിറ്റിട്ട് ആ വയൽ വാങ്ങിയെന്ന് കാണുവാൻ തക്കടെ സാധിക്കും. ശ്രേഷ്ഠതയുള്ളതൊന്ന് നേടണമെങ്കിൽ ചിലത് ഹല്ലേലൂയ നമ്മൾ വിട്ടേ മതിയാകത്തുള്ളൂ. നമ്മൾ ചിലത് നഷ്ടപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ ദിവസങ്ങളിൽ നഷ്ടമോ ഛേദമോ വന്നാൽ ഭാരപ്പെടണ്ട. ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. ദൈവത്തിന് ഇഷ്ടം നിറവേറുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവമായ കർത്താവ് നമ്മെ മാനിപ്പാൻ ശക്തനായ ദൈവമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അങ്ങനെയാ വല്ലവിധേനയും ഹല്ലേലൂയ കണ്ട ദർശനത്തിലെത്തണം. കാരണം നമുക്കറിയാമല്ലോ, അവൻ ഹല്ലേലൂയ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. സ്തോത്രം. സഭയെ ഉപദ്രവിച്ച് സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ അവന്റെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നവനാ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കൊല്ലും കൊലയും നടത്തിക്കൊണ്ട് വന്നതായ പൗലോസിനെ ദൈവം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വിളിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്ദർശനം വരുമ്പോൾ അവൻ ഹല്ലേലൂയ സകലം നഷ്ടപ്പെട്ടവനായി, കണ്ണിന് പോലും കാഴ്ചയില്ലാത്തവനായി, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവനായി
ദൈവമക്കളായി കടന്നു വരികയാണ്. ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പേ നിൽക്കുവാൻ തക്കോണം ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രം അവനെ തീർത്ത് ദൈവത്തിന്റെ കൃപയിലേക്ക് അവനെ കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ തക്ക സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെ, ഇവിടെ ആയിരിക്കുന്ന ഈ സൂമിലായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെയും കർത്താവ് വിളിച്ചപ്പോൾ ഹല്ലേലൂയ ചിലതൊക്കെ നഷ്ടം നിങ്ങൾക്ക് വന്നു കാണും. നിങ്ങളെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിപ്പിക്കുവാൻ, ചിലരുടെ മുമ്പാകെ നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ചില ഛേദങ്ങളൊക്കെ വന്നു കാണും. അതുകൊണ്ട് അവിടെ പകച്ചു നിൽക്കുവാനല്ല, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അതിൽ വിളിച്ച ദൈവത്തെ നോക്കിക്കൊണ്ട് ക്രൂസിനെ ലക്ഷ്യമാക്കി മുന്നോട്ടോടുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പൽക്കാലം ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകച്ചു നിൽക്കുന്നവർക്ക് ഹല്ലേലൂയ മുന്നോട്ട് ഓടുവാൻ കഴിയത്തില്ല കേട്ടോ. ലക്ഷ്യം വെച്ചെടുത്ത് എത്തണമെങ്കിൽ അത് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഓടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുൻപിൽ കണ്ടിരിക്കുന്ന ഹല്ലേലൂയ ആ ദർശനമുണ്ടല്ലോ, ആ ദർശനത്തിനൊത്തവണ്ണം മുന്നോട്ട് ഓടുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇന്ന് പൽക്കാലം ബുദ്ധി ഉപദേശിക്കുക. ചിലരൊക്കെ പകച്ചു പകുതി വഴിക്ക് നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആദ്യം പാട്ട് പാടി അമ്മമ്മ പാടിയതുപോലെ ഹല്ലേലൂയ ആദ്യത്തെ ജീവനും ആദ്യത്തെ സ്നേഹവും ആദ്യത്തെ ദൈവകൃപയൊക്കെ നഷ്ടപ്പെടുത്തിയവരായി പകച്ചു നിൽക്കുമ്പോൾ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവിടെ നിൽക്കുവാനല്ല ദൈവം വിളിച്ചത്, ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഓടുവാനാണ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഓട്ടം ഓടണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ കൃപ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലതൊക്കെ ഹല്ലേലൂയ സ്തോത്രം കണ്ടും കേട്ടും അവിടെ നിൽക്കുവാനല്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസി ഹല്ലേലൂയ സോഫിയാന്റി പറഞ്ഞതുപോലെ ഹല്ലേലൂയ വല്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അതെ ഓട്ടം ശരിയായിട്ട് ഓടുന്നില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടെങ്കിലായി നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ക്രൂസിനെ ലക്ഷ്യമാക്കി ഇറങ്ങിത്തിരിച്ച ദർശനം പ്രാപിച്ച ദൈവമക്കൾ മുന്നോട്ട് ഓടുവാൻ തക്കണം താല്പര്യമുള്ളവരായി ഹല്ലേലൂയ ട്രാക്ക് തെറ്റാതെ ഓടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തായാലും പൗലോസ് വിളിച്ച വിളി ഹല്ലേലൂയ കേട്ടുകൊണ്ട് അവൻ ഇറങ്ങിത്തിരിച്ച് എന്താണെന്ന് അവന്റെ ലക്ഷ്യം എന്തെന്നറിയാവോ? വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് സകലൊന്നും ചപ്പന്നും ചവറൊന്നും എണ്ണിക്കൊണ്ട് മുൻപോട്ട് ഓടുകയാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചാ പൗലോസ് ഓടുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, നമ്മൾ ഈ ലോകത്തിലുള്ളത് ഹല്ലേലൂയ സ്തോത്രം നേടുവാനല്ല നമ്മൾ ഇറങ്ങിത്തിരിച്ച്. അങ്ങനെയെങ്കിൽ ലോകക്കാരെ പോലെ ജീവിച്ചാൽ മതിയായിരുന്നു. ചിലതൊക്കെ വിട്ടിറങ്ങി, ചിലതൊക്കെ നഷ്ടം വരുത്തി ഹല്ലേലൂയ നമ്മൾ മുമ്പോട്ട് ഇറങ്ങിത്തിരിച്ചത് ചിലത് നേടിയെടുക്കേണ്ടതിനാ. ഹല്ലേലൂയ നിത്യതയിൽ ചിലതൊക്കെ നിത്യരാജ്യത്തിന് ഓഹരിക്കാരായി തീരേണ്ടതിനാണ് ഹല്ലേലൂയ നമ്മളെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അപ്രകാരം നമ്മൾ അല്ലെങ്കിൽ ആ ബോധമുള്ളവരായി മുൻപോട്ട് ഓടുവാൻ തക്കണം പരിശുദ്ധാത്മാവ് ആലോചന പറയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് ഇറങ്ങിത്തിരിച്ചു. ഹല്ലേലൂയ. യെരൂശലേമിൽ അവന് ഹല്ലേലൂയ പലവിധത്തിലുള്ള ശോധനയും കഷ്ടവും പ്രയാസവും പ്രതികൂലവും ഒക്കെ കടന്നു വന്നു. അവന് ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ കഴിവില്ലാത്ത അവസ്ഥകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ ന്യായപ്രമാണം സംബന്ധിച്ച് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ മതഭേദമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ഹല്ലേലൂയ സ്തോത്രം അവനെ പിടിച്ചു കെട്ടി അവനെ തകർത്ത് കളവാൻ തക്കണം പലവട്ടോ ശ്രമിച്ചതാ. മതഭേദം എന്ന് പറഞ്ഞ ആ മാർഗം ഹല്ലേലൂയ തകർത്ത് കളവാൻ തക്കണം മാർഗത്തിന് വിരോധമായി ഹല്ലേലൂയ ക്രിസ്തു മാർഗത്തിന് വിരോധമായിട്ട് ഹല്ലേലൂയ പൗലോസിന് വിരോധമായിട്ട് അതേ കൂട്ടുകെട്ടുണ്ടാക്കി തകർത്ത് കളവാൻ നോക്കിയ സ്ഥാനങ്ങളിൽ എന്റെ ദൈവത്തിന്റെ കൃപ പൗലോസിനോട് കൂടെ ഇരുന്നു. കാരണം എന്തെന്നറിയാമോ? വിളിച്ചത് വലിയൊരു ദൗത്യത്തിന് വേണ്ടിയാണ്. ഇന്ന് പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയാ, പ്രൈസ് ദി ലോർഡ്, ദൈവവൈതലേ നിന്നെ വിളിച്ച വലിയൊരു ദൗത്യത്തിന് വേണ്ടിയാ കേട്ടോ. ഓ റിഖമന ബോഡി വിരിവിഷാനകലകതരതല അതിൻ്റെതായ പോരും പോരാട്ടവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. വിളിച്ച വിളി വലിയതാണെങ്കിൽ അതിനനുസരിച്ചുള്ള പോരാട്ടം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാകാം, കൂടെ ഹല്ലേലൂയ പാർക്കുന്നവരിൽ നിന്നുണ്ടാകാം, ആ സമൂഹത്തിൽ നിന്നുണ്ടാകാം, ദൈവത്തിന് നമ്മുടെ ദേശത്തു നിന്നുണ്ടാകാം, കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായേക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെയോ, ആ വിളിച്ച വിളിയുടെ ഹല്ലേലൂയ ആ വിളിയുടെ ആഴം എത്രയാണോ അതിനനുസരിച്ചുള്ള പോരാട്ടം നിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നീ തളർന്നു പോകരുത്. വിളിച്ചവൻ വലിയവനാണ്, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണെന്ന് ഇന്ന് പൽക്കാല ദൈവന്മാർ വിളിച്ചു പറയാണ്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ
ഹല്ലേലൂയ, അവനൻ ഉപനിധി. ഹല്ലേലൂയ, അവനൻ ഉപനിധിയാ. ആ നിമിഷം വരെ സൂക്ഷിപ്പാൻ അവനെ ശക്തനാ. ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെയോ, തകർന്നു പോകുമോ, തകർന്നു പോകുമോ, ഇവിടെ വെച്ച് തീരുമോ, ഇവിടം കൊണ്ട് ഹല്ലേലൂയ മതിയാകുമോ, ഹല്ലേലൂയ ഇത്രയും കൊണ്ട് ഹല്ലേലൂയ ഇത്രേ എത്തത്തുള്ളൂ, ഇനി അടുത്ത പടി വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് ഇന്ന് പൽക്കാല ദൈവന്മാർ വിളിച്ചു പറയാണ്, അല്ല, വിളിച്ചവൻ ഹല്ലേലൂയ അങ്ങോളം എത്തിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ് അവൻ. ഹല്ലേലൂയ, അവൻ ഉപനിധിയാണ്. ആ നിമിഷം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനായ ദൈവമെന്ന് ഇന്ന് പൽക്കാല ദൈവന്മാർ വിളിച്ചു പറയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകണ്ട കേട്ടോ, ഭയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ, എന്തോ ചെയ്യും, ഹല്ലേലൂയ എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരിക്കലും പതറിപ്പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, വിളിച്ചവൻ വിശ്വസ്തൻ തന്നെയാണ്. അവിടെ അതിൽ കൊണ്ടെത്തിക്കുവാൻ ശക്തനായ ദൈവമെന്ന് ഇന്ന് പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ പൗലോസ് തന്റെ ദൗത്യത്തിനായിട്ട് ഹല്ലേലൂയ മുൻപോട്ട് ഇറങ്ങുമ്പോൾ അവന് വളരെ പ്രതികൂലങ്ങൾ കടന്നു വന്ന് എന്തോ ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അവനെ തകർത്ത് കളവാൻ തക്കണമായിട്ട് ആ നോക്കിയവരുടെ മുമ്പിൽ ഒരു ഹല്ലേലൂയ നീതി കിട്ടാനായിട്ട് ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ചു. പല ന്യായാധിപ സംഘത്തിന് ഞാൻ പറഞ്ഞുവല്ലോ, അവിടെ തൊട്ടുതൊട്ടായി ഞാൻ പോകുന്നത്. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ഒക്കെ കൊണ്ടുവന്ന് നിർത്തി അവനെ ന്യായം വിധിക്കുമ്പോൾ അവനിൽ കുറ്റമൊന്നും തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ യേശു കർത്താവിനെ ന്യായാധിപ സംഘത്തിന് മുമ്പായി കൊണ്ട് നിർത്തുമ്പോൾ ഒരു കുറ്റവും അവന് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ പൗലോസിനെ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ടു നിർത്തിയിട്ട് ഒരു കുറ്റവും തെളിയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെ പോലെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുറ്റക്കാരനെ പോലെ നിൽക്കുകയാണ്. അവനെ ഹല്ലേലൂയ ഒടുക്കി കളവാൻ തക്കവണ്ണം, അവനെ തകർത്ത് കളവാൻ തക്കവണ്ണം ഒരു സംഘം അങ്ങ് കൂടിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ സംഘക്കാർ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവിടെ ഹല്ലേലൂയ വായിക്കുമ്പോൾ 23-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് 40-ൽ ചില്ലുവാനം ആളുകള് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ പൗലോസിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെന്ന് വെച്ചാൽ അവനെ ഒടുക്കി കളയണം, അവനെ തകർത്ത് കളയണം, അവനെ നിർമൂലമാക്കണം, അവന്റെ പ്രവൃത്തി ഇനി മുൻപോട്ട് വിടാൻ പാടില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. അത് ആരാണെന്ന് നോക്കണമേ, യഹൂദന്മാരിൽ നിന്ന് തന്നെ ചിലരാണ് ഹല്ലേലൂയ സ്തോത്രം പൗലോസിന് വിരോധമായിട്ട് എഴുന്നേൽക്കുന്നതായിട്ട് കാണുവാൻ തക്കട സാധിക്കുന്നത്. ഇന്ന് പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടോ ദൈവവൈതലേ. ഹല്ലേലൂയ, ദൂരെ ഒരാൾ വന്ന് ഹല്ലേലൂയ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് എങ്ങനെ പറയുന്നു, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രു എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നിന്റെ ശത്രു നിന്റെ വീട്ടുകാർ തന്നെയായിരിക്കാം, എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ യെരുശലേമിൽ ഹല്ലേലൂയ യഹൂദന്മാരെല്ലാം കൂടെ തകർത്ത് കളവാൻ തക്കവണ്ണം 40 ചില്ലുവാനം ആളുകള് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ ഹല്ലേലൂയ അവർ ഉഗ്ര ശപഥം ചെയ്ത് ഹല്ലേലൂയ അവര് സ്തോത്ര തീരുമാനമെടുത്ത് നിൽക്കുക. സ്തോത്രം. അവർ തീരുമാനമെടുത്തത്, ശപഥം ചെയ്ത് നിൽക്കുന്നത് ഇവനെ ഹല്ലേലൂയ തകർത്ത് കളയണം. സ്തോത്രം. നിനക്ക് വിരോധമായി ശത്രു ചില ഗൂഢാലോചനകൾ ചെയ്ത്, ശത്രു ചില ഹല്ലേലൂയ തന്ത്രങ്ങൾ മനഞ്ഞ് നിന്നെ ഒടുക്കിക്കളയുമെന്ന് പറയുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ പൈതലേ, നിന്നെ വിളിച്ച ദൈവം മിണ്ടാതിരിക്കത്തില്ല കേട്ടോ. നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ കൈവിട്ട് കളയത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവായി ഇരിക്കുമ്പോൾ അവന്റെ മകനായിരിക്കുന്ന അബ്സാലോം തനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് ദാവീദിനെ ഹല്ലേലൂയ ആ സ്ഥാനത്ത് നിന്ന് തകർത്ത് കളവാൻ തക്കവണ്ണം അതിന്റെ ഹല്ലേലൂയ പ്ലാനുകൾ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദാവീദിന്റെ മന്ത്രിയായിരിക്കുന്ന അഹിതോഫലും ഹല്ലേലൂയ അവരോട് കൂടെ ഉണ്ടെന്ന് ദാവീദ് കേൾക്കുകയാണ്. പക്ഷേ ദാവീദ് ഒരു കാര്യം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ അഹിതോഫലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ചില ഗൂഢാലോചനകളെ ദൈവമായി കർത്താവ് വ്യർത്ഥമാക്കിക്കൊണ്ട് ദൈവമായി കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. നിന്നെ രാജസ്ഥാനത്ത് അല്ലെങ്കിൽ നിന്നെ ഹല്ലേലൂയ ആക്കിയ സ്ഥാനത്ത് നിറക്കുവാൻ തക്കവണ്ണം ശത്രു ഗൂഢാലോചന ചെയ്ത്, അത് അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും ദൈവവൈതലേ നീ ഭയപ്പെട്ടു പോകണ്ട. നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ശത്രുവിന്റെ ആലോചനകളെ അബദ്ധമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിന്നെ വിളിച്ച് എന്തിനാണോ ആ വിളി
പദ്ധതിക്ക് ഒത്തവണ്ണമായി നിന്റെ ഹല്ലേലൂയ ആ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ എന്റെ ദൈവ ശക്തനായ ദൈവമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദാവീദ് ആ അഹീതോഫെലിന്റെ ആലോചന വ്യർത്ഥമാക്കുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അഹീതോഫെൽ പറയുന്ന ഒരു ആലോചന ദൈവാലോചന പോലെ ഫലിക്കുന്നതായിരുന്നെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ദൈവം അതിനെ അബദ്ധമാക്കി ഒരു ഹൂശായിയെ അവിടെ വിട്ട് അവന്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഹൂശായി പരിശുദ്ധാത്മാവാന്റെ നിഴലാണ്. ഇന്ന് പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയാ, ദൈവവൈതലേ നിനക്ക് വിരോധമായ കൂട്ടുകെട്ടുകളെ, നിനക്ക് വിരോധമായ വ്യർത്ഥമായ ആലോചനകളെയും ഹല്ലേലൂയ ഒരു ഹൂശായി കടന്നു വന്ന് നീ അറിയാതെ ചില ഹല്ലേലൂയ സ്തോത്രം സ്തോത്ര ആലോചനകളെ അബദ്ധമാക്കി ദൈവമായി കർത്താവ് നിന്നെ ഹല്ലേലൂയ മുൻപോട്ട് നടത്തിയ വിധങ്ങള് ഇന്ന് പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയാ. പലപ്പോഴും ഹല്ലേലൂയ നിനക്ക് വിരോധമായി കൂടി ആലോചിക്കുന്നവരെ, കൂടി ആലോചനയ്ക്കകത്ത് നീ അകപ്പെട്ട് തകർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചു എങ്കിലും തകർത്ത് കളയാതിരുന്ന ദൈവത്തിന്റെ ഇടപെടലാണെന്ന് ഈ പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര വട്ടം തകർത്ത് കളവാൻ ഹല്ലേലൂയ ശത്രു നോക്കിയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ അതിനെ വ്യർത്ഥമാക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് ജീവനുള്ള ദേശത്ത് ആക്കി വെച്ചിരിക്കുന്നു എന്ന് ഇന്ന് പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇതൊന്നും അറിയാതെ മുൻപോട്ട് വരുമ്പോൾ ഇവരുടെ കൂട്ടുകെട്ട് ഹല്ലേലൂയ പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഹല്ലേലൂയ അറിഞ്ഞിട്ട് സ്തോത്രം അത് ചെന്ന് ഹല്ലേലൂയ ശതാധിപനോട് അറിയിക്കുന്നതായിട്ട് കാണുവാൻ തക്കടെ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് എന്ന് പറഞ്ഞിട്ട് പൗലോസ് ശതാധിപനോട് പറഞ്ഞു. ശതാധിപനോട് ശതാധിപൻ കൊണ്ട് സഹസ്രാധിപന്റെ കയ്യിൽ ഹല്ലേലൂയ ഈ പൈതലിനെ കൊണ്ട് കൊടുത്തിട്ട് അവനോട് കാര്യം സൂക്ഷ്മമായി ചോദിച്ചറിയാം. അവര് ആലോചന എന്തെന്നറിയാമോ? ഹല്ലേലൂയ പൗലോസിനെ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ഹല്ലേലൂയ സ്തോത്രം സൂക്ഷ്മമായി വിസ്തരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുവരുന്ന വഴിക്ക് അവനെ തകർത്ത് ഒടുക്കി കളയണമെന്ന് പറഞ്ഞുകൊണ്ട് 40 ചില്ലുവാനും ആളുകൾ ശപഥം ചെയ്ത് ഉഗ്ര ശപഥം ചെയ്ത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ആയിരിക്കുന്ന അനുഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ സഹസ്രാധിപൻ അവനെ വിടിവിക്കുവാൻ താല്പര്യം വെച്ചുവെന്ന് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഓർപ്പിക്കുക. പല കൂട്ടുകെട്ടുകളിൽ നിന്നും പല അപകട സന്ധികളിൽ നിന്നും ചില ജനത്തിൻ്റെതായ സ്തോത്ര പദ്ധതികളിൽ നിന്നും ശത്രുവിൻ്റെതായ ഗൂഢാലോചന നിന്നും ദൈവവൈതലേ നിന്നെ ദൈവം വിടുവിച്ചു എന്ന് ഇന്ന് പൽക്കാല ദൈവാത്മാവ് വിളിച്ചു പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിഖമാന ബോഡി വിരിവി ശാനകലകദരദല ഹസ്തുനാദികനക സിയാരകദരദല അന്തർകമനക ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര. പല പതിയിരിപ്പുകളെ ഹല്ലേലൂയ ശത്രുവായി വെച്ച സ്ഥാനത്തെ പതിയിരിപ്പിന്റെ ഹല്ലേലൂയ അവസ്ഥയിൽ ദൈവമായ കർത്താവ് നിന്നെ വിടുവിച്ചു എന്ന് ഇന്ന് പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. വഴിയിൽ പതിയിരിക്കുന്ന ഹല്ലേലൂയ ചില അനർത്ഥം വരുത്തി നിന്നെ തകർത്തുകളവാ നോക്കിയ മണ്ഡലങ്ങളിൽ എന്റെ ദൈവത്തിന് കരമിടപെട്ടാണ് അതിന് നീക്കുപോക്കുന്നതെന്ന് ഇന്ന് പൽക്കാല ദൈവന്മാർ വിളിച്ചു പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ രാജാവിനെ തകർത്തുകളവാൻ തക്കവണ്ണം ഹല്ലേലൂയ അരാമ്യ സൈന്യം ഗൂഢാലോചന ചെയ്തപ്പോൾ ഹല്ലേലൂയ ഒരു എലീശയ്ക്ക് അത് അറിവ് കൊടുത്തിട്ട് എലീശ ഭൃത്യൻ മുഖാന്തരം രാജാവിനെ ഇസ്രായേൽ രാജാവിനെ അറിയിച്ച് വഴി സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ഒരു വട്ടമല്ല പലവട്ടവും ഹല്ലേലൂയ അവനെ തന്നെ വിടിവിപ്പാൻ ഇടയായി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പൽക്കാല ദൈവന്മാർ വിളിച്ചു പറയാണ്. വഴിയിലുള്ള പതിയിരിപ്പിനെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം മാറ്റിയിട്ട് ഹല്ലേലൂയ നിനക്ക് അറിയിപ്പ് തന്ന് പലവട്ടവും നിന്നെ വിടുവിച്ചെന്ന് ഇന്ന് പൽക്കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ചില സ്ഥാനങ്ങളിൽ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അങ്ങ് എത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എത്തരുത് അല്ലെങ്കിൽ മടങ്ങി വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവായ ചില പതിയിരിപ്പുകൾ വെച്ച സ്ഥാനത്ത് ഹല്ലേലൂയ വഴിയിലുള്ള പതിയിരിപ്പിനെ സ്വർഗം മാറ്റിയ ദൈവമാണ്. നാഹൂം പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. അത് ദൂതായിട്ട് ഇന്ന് രാത്രി ഇന്ന് പൽക്കാലം ഈ സൂമിലായിരിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കണം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സംഹാരകൻ കടന്നു വരുന്നുണ്ട്. വഴി സൂക്ഷിക്കുക, അര മുറുക്കുക, ഹല്ലേലൂയ നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ കോട്ട കാത്തുകൊള്ളുക. കോട്ട എന്ന് പറയുന്നത്
പ്രാർത്ഥനയുടെ കോട്ടയാണ്. വഴി അല്ലെങ്കിൽ നല്ലവണ്ണം സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാ വഴിയും നല്ല വഴിയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാത്ത വഴിയിൽ കൂടെ പോകരുത്. അത് സാരമില്ലെന്ന് നിസ്സാരം എണ്ണരുത്. ആ വഴിയിൽ പതിയിരിപ്പുണ്ട്. ഇന്ന് പൽക്കാലം ദൈവമായി കർത്താവ് ആലോചന പറയുമ്പോൾ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോയാൽ പലതൊന്നും ഒഴിഞ്ഞു പോകുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ആലോചന പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പൽക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ നിന്നെ തന്നെ ശോധന ചെയ്ത് മുൻപോട്ട് പോകുന്നെങ്കിൽ പല വിഷയത്തിനും മറുപടി ഹല്ലേലൂയ വിടുതലിലേക്ക് പാതക്കണം ഇടയായി തീരുമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ദൈവം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഈ യഹൂദന്മാരുടെ പതിയിരിപ്പിനെ പെങ്ങളുടെ മകൻ മനസ്സിലാക്കി അതിൽ പൗലോസിനെ അവിടെ നിന്ന് വിടുവിക്കുവാൻ തക്കണം ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പൽക്കാലം ചില പതിയിരിപ്പുകളെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ മാറ്റി വിടുവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ പൗലോസിനോട് ഈ സമയത്ത് ദൈവം രാത്രി സംസാരിക്കുക. ആ വചനമാണ് ഞാൻ വായിച്ചത്. രാത്രി സംസാരിച്ചത് എന്തെന്നറിയാമോ? അവൻ രാത്രി ദർശനത്തിൽ പറയാണ്, നീ ഹല്ലേലൂയ യെരുശലേമിൽ എന്നെ സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ റോമിലും പറയണം. ഈ ആലോചന കേട്ടവന് വിരോധമായിട്ട് ആ പ്രതികൂലം കടന്നു വന്നത് നമുക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെയോ, നിനക്ക് ദർശനമുണ്ടോ, വെളിപ്പാടുണ്ടോ, ശുശ്രൂഷയുണ്ടോ, അധികം പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുശ്രൂഷയുള്ള ദൈവമക്കൾക്കാണ് അധികം പോരാട്ടമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ പോരാട്ടം തരണം ചെയ്യണമെങ്കിൽ ദൈവമൈതലേ നീ ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കാൻ പോകരുത്. അവരെന്നെ അത് പറഞ്ഞു, ഇവരെന്നെ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് മനുഷ്യരോട് ഹല്ലേലൂയ നീ ആലോചന ചോദിക്കാനോ അഭിപ്രായം തേടാനോ ഹല്ലേലൂയ സ്തോത്ര സങ്കടം ബോധിപ്പിക്കാനോ പോകരുത്. നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ ജോസഫ് ദർശനമുള്ളവനായിരുന്നു. അല്ലെങ്കിൽ നമുക്കെല്ലാം സുപരിചിതമായ ഒരു ഹല്ലേലൂയ വ്യക്തിയാണ് ജോസഫ്. ജോസഫിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അപ്പൻ അവനെ സ്നേഹിച്ച് നിലയങ്കി കൊടുത്തു. സ്തോത്രം. അവന് സ്വപ്നമുണ്ടായിരുന്നു. ഇത്രയും കാര്യം കൊണ്ട് അവന് വിരോധമുണ്ടായത്. ആരാ വിരോധികളായി തീർന്നത്? സ്വന്തം സഹോദരന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെയോ, നിന്റെ ജീവിതത്തിൽ ചില താലന്തുകൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം ചില പ്രത്യേക ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖാന്തരമായി നിന്നെ കൂടെ ഞാൻ പറഞ്ഞല്ലോ കുടുംബക്കാർ തന്നെ വിരോധമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ ഒരു വിളിയാ നിന്നെയൊക്കെ വിളിച്ചെങ്കിൽ ഹല്ലേലൂയ ചുമ്മാ പോയി പാടി പ്രാർത്ഥിച്ച് മടങ്ങി വരികയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വിധത്തിലൊക്കെ അങ്ങനെ അങ്ങ് പോകാം. പക്ഷെ നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ, നിനക്കൊരു വെളിപ്പാടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പോട്ടെ ഹല്ലേലൂയ പാടാനൊരു കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു കൃപയുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പിന്നെ പോരാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു വെല്ലുവിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെയോ, ഏൽപ്പിക്കപ്പെട്ട താലന്ത് ഹല്ലേലൂയ ഈ സൂമിലായിരിക്കുന്ന എല്ലാവരുടെയും മുഖം എനിക്ക് കാണത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെയോ, പ്രൈസ് ദി ലോർഡ്, അത് അല്ലെങ്കിൽ ചില പ്രതികൂലങ്ങൾ മുഖാന്തരമായിട്ട് അല്ലെങ്കിൽ ഒരു താലന്ത് കിട്ടിയ മനുഷ്യൻ കൊണ്ട് കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ട ചില വ്യക്തി ജീവിതങ്ങളെ ദൈവന്മാർ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓ ഒന്നിന്റെ കൂടെ ഒന്നുകൂടെ നേടുവാൻ തക്കണം ദൈവം ഏൽപ്പിച്ച താലന്ത് ഇപ്പൊ കുഴിച്ചിടപ്പെട്ട അവസ്ഥയിലാ. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവന്മാർ വിളിച്ചു പറയുകയാണ്, നിന്നെ ഏൽപ്പിച്ച താലന്ത് നിന്നോട് കണക്ക് ചോദിക്കുമ്പോൾ നിന്റെ കൈ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഇന്ന് തൽക്കാലം എഴുന്നേറ്റ് വരേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഏൽപ്പിക്കപ്പെട്ടത് താലന്ത് വ്യാപാരം ചെയ്യുന്ന കട താലന്ത് സമർപ്പണത്തോടെ മുൻപോട്ട് വരുന്നെങ്കിൽ പുത്തൻ താലന്തുകളെ നിന്നെ ഏൽപ്പിച്ച് പുതിയ അവകാശിയാക്കി ഹല്ലേലൂയ സ്തോത്രം. ദുഷ്ടദാസിയെ എന്നല്ല ഹല്ലേലൂയ പിന്നെയോ വിശ്വസ്തനായ ഹല്ലേലൂയ ദാസിയെ എന്നുള്ള ദൈവത്തിന്റെ വിളി കേൾപ്പാൻ ഇടയായി തീരുമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെയോ. ദൈവത്തിന് സ്തോത്രം. താലന്തുകൾ ഏൽപ്പിക്കുന്നത് വ്യാപാരം ചെയ്യുവാനാണ്, കുഴിച്ചിടുവാനല്ല. ദൈവം ഏൽപ്പിച്ച താലന്തുകള് ഹല്ലേലൂയ പ്രതികൂലമാണെന്ന് പറഞ്ഞ് കുഴിച്ചിട്ടാൽ അത് ഹല്ലേലൂയ ദൈവസ്ഥനെ കൈ ബലപ്പെട്ടിരിക്കത്തില്ല, നിവരെ നിൽക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നാർത്ഥം മടങ്ങി വരണമെന്ന് ദൈവം
പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയാ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളൊന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവിന്റെ ദൂതുകൂടാ ഇന്ന് രാത്രികാലം തരുവാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നത്. ഇന്ന് രാത്രികാലം ഒന്ന് മടങ്ങി വാ. ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. യഹോവയുടെ അടുക്കലേക്കൊന്ന് മടങ്ങി വാ. യഹോവ നിന്നെ അടിച്ചിരിക്കുന്നു സത്യം, നീ മുറിവേറ്റിരിക്കുന്നു സത്യം. ഹല്ലേലൂയ. അവൻ മുറുകെട്ടുന്ന ദൈവമാ, അവൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാ, അവൻ ജീവിപ്പിക്കുന്ന ദൈവമാ. ഇന്ന് വൽക്കാലം മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ അവൻ ശക്തിയോടെ നിന്നെ ഉപയോഗിക്കുന്ന ദൈവമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയാ. ഋഗമന ബൗഡിവിരി വിഷാനകലകതരതല ഹസ്തുനാദികനക ചമ്പൽക്കമന ബലവസ്യാരക ജനി എന്ന് പറയുന്ന പ്രിയ സഹോദരിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയാ. എന്നെ വിളിച്ച വിളി ഹല്ലേലൂയ ശ്രേഷ്ഠ വിളിയാ. പക്ഷെ പലപ്പോഴും ഒതുക്കുന്ന ശക്തി, ഒതുക്കുന്ന വ്യക്തിയുടെ മധ്യത്തിൽ ശരിയായ വിധത്തിൽ ശോഭിപ്പാൻ കഴിവില്ലാത്ത അനുഭവത്തിൽ ഒതുങ്ങിപ്പോകുന്ന മണ്ഡലങ്ങളിൽ മനസ്സ് മുറിവേറ്റവളായി പലപ്പോഴും ഭാരപ്പെട്ട് ഇരിക്കുമ്പോൾ ഇന്ന് രാത്രികാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, നീ ഉണർന്നെഴുന്നേറ്റ് മടങ്ങി വാ. പുതിയ കാലത്ത് തന്നെ ഏൽപ്പിക്കുവാൻ ദൈവം ഏൽപ്പിച്ചത് എവിടെയെന്ന് ദൈവാത്മാവ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോർദാനിൽ ഹല്ലേലൂയ സ്തോത്രം. ഇരിക്കുന്ന സ്ഥലം അതേ ഹല്ലേലൂയ ഇടുക്കമായതുകൊണ്ട് പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ എലിശയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, നമ്മൾ ഇരിക്കുന്ന ഇടം ഇടുക്കമുള്ളതാ, അതുകൊണ്ട് യോർദാനോളം പോയാൽ മരം വെട്ടിയ നമ്മൾ ഇരിക്കുന്നിടത്ത് വിശാലത വരുത്താം. ദൈവാലോചനയാകട്ടോ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ ഇറങ്ങിയപ്പോ ഒരുത്തൻ പറഞ്ഞു, എലിശേ നീ ഞങ്ങളുടെ കൂടെ പോരണം. എലിശയും കൂടെ പോയി. പക്ഷേ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ പോയി. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. അവൻ നിലവിളിച്ചു, അയ്യോ ഹല്ലേലൂയ യജമാനേ, ഞാനത് വായ്പ വാങ്ങിയതായിരുന്നു, അത് ഹല്ലേലൂയ വെള്ളത്തിൽ പോയി. എവിടെ വീണെന്ന് എലിശ ചോദിച്ചപ്പോൾ അവൻ ആ വീണ സ്ഥലം കാണിച്ചു കൊടുത്തു. എലിശ ഒരു കോൽ വെട്ടി അവിടെ ഇട്ടപ്പോൾ കോടാലി പൊങ്ങു വന്നു. ഇന്ന് പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയാ, ദൈവ പൈതലേ നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ചില കോടാലികള്, ചില ആയുധങ്ങള്, നിന്നെ ഏൽപ്പിച്ച താലന്തുകള് അത് പൊങ്ങി വരുവാൻ ഇടയായി തീരുമെന്ന് ഈ പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയാ. ഇന്നൊരു തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് പോകാവൂ. ഹല്ലേലൂയ. ഇനി സമയം അധികം ഇല്ല, നമ്മുടെ മുൻപിൽ ഒത്തിരി ഒന്നും ഹല്ലേലൂയ സമയങ്ങളില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ഉള്ള സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുവാൻ തക്കണം, തക്കത്തിന് ഉപയോഗിക്കാൻ തക്കണം. ഈ ദിവസങ്ങളൊന്ന് എഴുന്നേറ്റ് മടങ്ങി വാ. ഹല്ലേലൂയ. ദൈവം ചിലത് ഹല്ലേലൂയ പിന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്, ഒതുങ്ങിയിരിക്കുവാനല്ല. ഹല്ലേലൂയ. ഏലിയാവ് ഒന്ന് ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ ഹല്ലേലൂയ ദൈവം ചെന്ന് ചോദിക്കാൻ, നിനക്കിവിടെ എന്ത് കാര്യം? നീ പുറത്തു നീ ഒതുങ്ങുന്ന മണ്ഡലത്തിൽ നിന്ന് നീ പുറത്തു വാ. ചിലതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിനുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഒന്നും നീ കണക്കിടണ്ട. ദൈവത്തിന് എല്ലാം അറിയാമെന്ന്. ഇടുക്കമറിയാം, ഞെരുക്കമറിയാം, പ്രതികൂലമറിയാം, പ്രതിസന്ധി അറിയാം, അകത്തുനിന്നും പുറത്തുനിന്നുള്ള കുത്തറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് തീയിറക്കിയതാ, പക്ഷേ ഇപ്പോൾ ഒതുങ്ങപ്പെട്ട അനുഭവമാണ്. ചില പ്രതികൂലത്തിന്റെ ശക്തികൾ ഹല്ലേലൂയ ഉയർന്നു വന്നപ്പോൾ മുന്നേറുവാൻ കഴിവില്ലാതെ ഒതുക്കിയ മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയാ. നീ പുറത്തു വന്ന ദൈവം നിന്നെ കരങ്ങളെടുക്കുന്ന ദൈവമെന്ന് ഈ പൽക്കാല ദൈവാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഏൽപ്പിക്കപ്പെട്ട് ചെയ്യുവാൻ തക്കണം തയ്യാറായാൽ ദൈവം മാനിപ്പാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ജോസഫിന് കൊടുത്തതായ ആ സ്വപ്നം ഹല്ലേലൂയ അത് ശ്രേഷ്ഠതയുള്ളതായിരുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ ആ ശ്രേഷ്ഠതയുള്ള സ്വപ്നത്തിന് നിവൃത്തീകരണം ഹല്ലേലൂയ ആ സ്തോത്രം വരുത്തേണ്ടതിന് അനേക ഹല്ലേലൂയ കഷ്ടങ്ങളിൽ കൂടെ അവനെ കടത്തിവിട്ടായിട്ട് കാണുവാൻ തക്കട്ടെ സാധിക്കുന്നു. സ്തോത്രം. ഒരു ദർശനം, ഒരു ഹല്ലേലൂയ ആലോചന അത് നിറവേറപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ആ ദൈവത്തിന്റെ ഹല്ലേലൂയ വാഗ്ദത്തം അത് നിവർത്തിക്കേണ്ടതിന് ഒത്തിരി ഘട്ടമായിട്ടുള്ള പ്രതികൂലങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് അങ്ങ് ഓടി എത്തിപ്പിടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 105 സങ്കീർത്തനത്തിന്റെ 17 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. 107 സങ്കീർത്തനത്തിന്റെ 105 സങ്കീർത്തനത്തിന്റെ 17-18 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്.
ഓ റിബാല ബോഡിഗിരി വിശാലകലകത അവർ എന്റെ ജൽഹത്തിനാദികന കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും ആ 18 മുതലല്ലേ, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവന്റെ അവന്റെ കാലുകളെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ എന്റെ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ വിലങ്ങോട്ട് ഇരുമ്പുകയും ചെയ്യും. Praise the Lord. നോക്കണമേ, ദൈവത്തിന്റെ ആലോചന നിവൃത്തി വരുവോളം വിലങ്ങോണ്ട് ബന്ധിച്ചെന്ന്. Praise the Lord. ഹല്ലേലൂയ. കാലുകളെ ബന്ധിച്ചു, സ്തോത്രം. ശരീരങ്ങളെ ബന്ധിച്ചു, സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാ പറയാ, ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ കടന്നു വന്നിട്ട് നിന്നെ ബന്ധിക്കുക. കാരണം എന്താ പറയാ, നിന്നെ വാഗ്ദത്തത്തിൽ എത്തിക്കുകയല്ലെന്നാ ശത്രു പറയുന്നത്. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറയുന്നു, ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിനായി ഇപ്പോൾ ബന്ധനത്തിലായിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ ബന്ധനത്തോട് പുറത്തു വന്നാൽ ഹല്ലേലൂയ നീ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. സാധാരണഗതിയിൽ ഓടിപ്പോയ വാഗ്ദത്തം എടുത്തുകൊള്ളാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ദൈവമക്കളെ. സ്തോത്രം. അതിന്റെ പിന്നിലൊരു ശോധനയുണ്ട്, അതിന് പിന്നിലൊരു വേദനയുണ്ട്. സ്തോത്രം. ചില കാലങ്ങളിൽ ഘട്ടം ഘട്ടമായി ചില പ്രതികൂലത്തിന്റെ പന്ഥാവിലൂടെ നീ കടന്നുപോയെങ്കിൽ മാത്രമേ ആ വാഗ്ദത്തത്തിൽ എത്തുവാൻ തക്കോടെ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ദാവീദിന് സുപരിചിത. ഹല്ലേലൂയ. വാഗ്ദത്തം എങ്ങനാ? ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ടാ. പക്ഷേ എപ്പോൾ അഭിഷേകതയിൽ അവന്റെ തലയിൽ ഒഴിക്കപ്പെട്ടോ അപ്പോൾ മുതൽ പോരാട്ടമാണ്. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് പോരാട്ടമെന്നാ, അവന്റെ ശുശ്രൂഷയ്ക്കെതിരെയാ. Praise the Lord. ഹല്ലേലൂയ. ആദ്യത്തെ ശുശ്രൂഷയ്ക്കെതിരായി തന്നെ പോരാട്ടം വെളിപ്പെട്ടു വരിക. Praise the Lord. ഇന്ന് പൽക്കാല ദൈവാത്മാ വിളിച്ചു പറയാ, ദൈവദാസിയേ, ഹല്ലേലൂയ, സോഫിയാന്റിയേ, ശുശ്രൂഷയ്ക്ക് വിരോധമായി ഒത്തിരി പോരുണ്ട് കേട്ടോ, ഒത്തിരി പോരാട്ടമുണ്ട് കേട്ടോ. അകത്തുനിന്നും പുറത്തുനിന്നും പോരുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധന്മ വ്യക്തമായിട്ട് ആലോചന പറയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജസ്ഥാനത്ത് ഇരുത്തുവാൻ അഭിഷേക തൈലം വീഴ്ത്തപ്പെട്ട നാൾ മുതൽ സ്തോത്രം വെല്ലുവിളിയാ. സ്തോത്രം. ആ സ്ഥാനത്ത് ഇരുത്തുകയില്ല എന്ന് ഹല്ലേലൂയ വെല്ലുവിളിച്ച് വല്ലാത്ത അവസ്ഥകൾ കൂടെ ഒക്കെ കടന്നുപോയപ്പോൾ മാനസികതകളെ തെറ്റിപ്പോകുമോ എന്ന് വിചാരിച്ച സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് ദൈവാത്മാ വിളിച്ചു പറയാ. നിർത്തിയത് കൃപയാ. ഇങ്ങനെ നിർത്തിയത് എന്തെന്നറിയാമോ? ദൈവത്തിന് ചില പദ്ധതികളുള്ളതുകൊണ്ടാ, ദൈവത്തിന് ചില പ്ലാനുകൾ ഉള്ളതുകൊണ്ടാ, ദൈവത്തിന് ചിലതൊക്കെ ചെയ്തെടുക്കുവാനുള്ളത് കൊണ്ടാണെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിലങ്ങും ചങ്ങലയും കൊണ്ട് കാലുകളെ ബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ അരുളപ്പാട് നിവൃത്തി വരുവോളം ജോസഫിനെ ബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാന്നറിയാമോ? സഹോദരന്മാരാ ബന്ധിച്ചത്, സഹോദരന്മാരാ. ഹല്ലേലൂയ. എല്ലാവരും കൂടെ കൊന്നുകളയാനാ വിചാരിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുന്നു, കുടുംബമായി തകർത്ത് കളവാൻ, കുടുംബമായി ഇവരോട് പറിച്ചു കളവാൻ നോക്കിയ സ്ഥാനത്ത് ചിലതിനെങ്കിലും ശേഷിപ്പിച്ചത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണെന്ന് ദൈവം വിളിച്ചു പറയാണ്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ജോസഫിനെ ഹല്ലേലൂയ അവന്റെ ദർശനം, അവന്റെ വെളിപ്പാട്, അല്ലെങ്കിൽ അവന്റെ സ്വപ്നം എന്താകുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരു കുഴിയിലേക്ക് ഇടുകയാണ്. കുഴിയിലിടാൻ കാരണം എന്താണ്? അവനെ കൊന്നുകളയുവാൻ നോക്കിയവരുടെ കയ്യിൽ നിന്ന് രൂപേൻ അവനെ ഹല്ലേലൂയ വിടുവിച്ച് അവരോട് പറയാ, രക്തം ചൊരിയുന്ന എന്തിനാ? ഹല്ലേലൂയ, കുറ്റമില്ലാത്ത രക്തം ചൊരിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുഴിയിലിടുകയാണ്. ഇന്ന് രാത്രികാല ദൈവാത്മാ വിളിച്ചു പറയാണ്, കുഴിയിൽ ഹല്ലേലൂയ രൂപേൻ ഇടപെട്ട് കുഴിയിലിട്ടതുപോലെ ഇന്ന് പൽക്കാലം ചിലരുടെ പ്രാർത്ഥനയാൽ, ചിലരുടെ പക്ഷപാതത്താൽ, ചില ഹല്ലേലൂയ ജീവൻ വഴുതിപ്പോകുന്നത് പോലെ ദൈവമായി കർത്താവ് ഇന്ന് പൽക്കാലം ആലോചന പറയാ. എന്നാൽ കുഴിയിൽ വീഴ്ത്തപ്പെട്ടു. പ്രാണൻ വഴുതിപ്പോന്നെങ്കിലും കുഴിയിൽ വീണതുപോലെയാ. പ്രൈസ് ദി ലോർഡ്. അത് രൂപേൻ ഇടപെട്ടത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. കുഴിയിൽ കിടക്കുന്ന കണ്ടിട്ട് രൂപൻ ഹല്ലേലൂയ പിന്നത്തേത് വന്നപ്പോൾ ഹല്ലേലൂയ കാണുന്നത് എന്തെന്നറിയാമോ? അവനെ കുഴിയിൽ നിന്ന് കാണുന്നില്ല, കുഴിയിൽ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് വേണ്ടി ദൈവനെ കരകയറ്റുക. ഇന്ന് പൽക്കാലം ദൈവ പൈതലേ, നീ ആ കുഴിയിൽ കിടന്ന് തകർന്നു പോകാൻ ദൈവം സമ്മതി
സമ്മതിച്ചില്ല കേട്ടോ. അതിൽ ഒരു യഹൂദ ഇടപെട്ട് അവിടുന്ന് കരകയറ്റിയവനെ വിൽക്കുകയാണ്. അവൻ ഇസ്മേലിയ കച്ചവടക്കാർക്ക് അവനെ വിൽക്കുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ദൈവാത്മാവിനെ യിരെമ്യാ പ്രവചനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 38-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അവർ മൽക്യാവിനുള്ള കുഴിയിലേക്ക് യിരെമ്യാവിനെ ഇറക്കിക്കളഞ്ഞു. എടുത്തെങ്കിൽ പെട്ടെന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നു രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശനായ ഏബേദ് എന്ന ഷണ്ടൻ കേട്ടു. അന്നു രാജാവ് ബെന്യാമീൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അടുത്തോടൊന്ന് വായിച്ചേ. ഏബേദ് മേലക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. യജമാനനായ രാജാവേ, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. കുഴിയിൽ ഇട്ട് കളഞ്ഞു, ചെളിയല്ലാതെ. സ്തോത്രം. ചെളിയുള്ള കുഴിയിലാണ് അവനെ ഇട്ടിരിക്കുന്നത്. അവനോട് ചെയ്തത് അന്യായമാ. പ്രൈസ് ദി ലോർഡ്. ഏബോദ് മലക്ക് ചെന്നിട്ട് രാജാവിനോട്, സിദെക്കീയാവിനോട് പറയാണ്, ഈ യിരെമ്യാവിനോട് ചെയ്തത് വളരെ നീചമായ കാര്യമാ. കുറ്റമില്ലാത്തവനെ ചെളിയിൽ ഇറക്കി കളഞ്ഞു. ഇപ്പൊ അപ്പവുമില്ല വെള്ളവുമില്ല ദേശത്ത്, അവൻ അവിടെ കിടന്ന് ചാകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സിദെക്കീയാവ് ആദ്യം അനുവാദം കൊടുത്തവനാ. പക്ഷെങ്കിൽ ഏബോദ് മലക്കിനോട് പറയാണ്, 30 ആളുകളെയും കൂട്ടിക്കൊണ്ട് ചെന്ന് യിരെമ്യാവ് മരിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് അവനെ കരകയറ്റിക്കൊള്ളുക. ഇന്ന് പൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയാണ്. പ്രൈസ് ദി ലോർഡ്. കുഴിയിൽ കിടന്ന് തകർന്നു പോകാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് അവിടെ നിന്ന് നിന്നെ കരകയറ്റിയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ടാലോചന പറയാ. വെളിപ്പാട് നിവൃത്തി വരുവോളം ശത്രു പിന്നാലെ വന്നുകൊണ്ടിരുന്നു. തകർത്ത് കളവാനല്ല കേട്ടോ. ശത്രുവിന്റെ കരങ്ങളിൽ ചിലപ്പോൾ ദൈവം ഏൽപ്പിക്കുന്നത് നിന്നെ മുടിച്ചു കളവാനല്ല, പിന്നെയോ നിന്നെ പണിതെടുക്കുവാനാണെന്ന് ഇന്ന് പൽക്കാലം ദൈവന്മാ വിളിച്ചു പറയാണ്. സ്തോത്രം. തകർന്നു പോകേണ്ട ഒത്തിരി സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. കുഴിയിലെന്നും ആകപ്പെട്ടു, അല്ലെങ്കിൽ പ്രാണം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച മണ്ഡലങ്ങളിലും എന്റെ ദൈവത്തിന് കരം താങ്ങി എഴുന്നേൽപ്പിച്ചത് ചില പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കേണ്ടതിനാണെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്ക് വിരാമം വന്നില്ല കേട്ടോ. ശുശ്രൂഷ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായിട്ടില്ല കേട്ടോ. ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ചിലതൊക്കെ വെട്ടിപ്പിടിക്കുവാനുണ്ട്, ചിലതൊക്കെ നേടിയെടുക്കുവാനുണ്ട്, ചിലതിനെയൊക്കെ വലിച്ചെടുക്കുവാനുണ്ട്. തീന്നും വെള്ളത്തിനും അനേകരെ വലിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കണ്ട. അപ്പവുമില്ല വെള്ളവുമില്ലാത്ത കുഴിയിലിട്ട് യിരെമ്യാവ് ഒറ്റ ആലോചന പറഞ്ഞതേ ഉള്ളൂ. കൽദേർക്ക് മുമ്പാകെ നീ ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ ബാബേലിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്നും ഇസ്രായേൽ മക്കളെ തകർത്ത് കളയുമെന്നുള്ള ആലോചന കേട്ടപ്പോൾ അവർക്കത് ഏറ്റെടുക്കുവാൻ മനസ്സില്ലാത്തതായി. എന്നിട്ട് മൽക്യാവിനുള്ള കുഴിയിലേക്ക് യിരെമ്യാവിനെ ഇറക്കി കളയുന്നതായിട്ട് കാണുവാൻ തക്കടെ സാധിക്കും. ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരുകളുടെ മധ്യത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്നെങ്കിൽ അധികം ശുശ്രൂഷയിൽ ശോഭിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കുമെന്ന് ഈ പൽക്കാല ദൈവന്മാർ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് ഇതിന്റെ അതിരുകളെ വിസ്താരമാക്കി ദൈവത്തിന് പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് പോരും പോരാട്ടവും കടന്നു വരുന്നെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെയോ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ആ ചേർന്ന് നിൽക്കുന്നെന്ന് പറയുന്നവർ പോലും എതിരായി എഴുന്നേറ്റ് പോരാടുന്ന മണ്ഡലങ്ങൾ ഇന്ന് പൽക്കാലം ദൈവന്മാവിനെ കാണിക്കുകയാണ്. സ്തോത്രം. അതിന്റെ മധ്യത്തിൽ ഉറപ്പോടെ നിന്നാൽ സ്തോത്രം. അതെ ജോസഫ് വില്ലാളികൾ വിഷമിപ്പിച്ചപ്പോൾ അവനോട് പൊരുതിയപ്പോൾ അവന്റെ വിൽ ഉറച്ചു നിന്നു. ഇന്ന് പൽക്കാലം ദൈവന്മാർ വിളിച്ചു പറഞ്ഞു, ഉറച്ചു നിൽക്കാൻ, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം ഇടയാക്കുമെന്ന് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അധികം സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നോക്കണമേ, പൗലോസിനെ ദൈവം പറഞ്ഞ ദർശനത്തിലേക്ക് കൊണ്ടുപോകുവാൻ, ജോസഫിനെ ദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒത്തിരി വഴികളിൽ കൂടെ കടന്നുപോയി. പൊത്തിഫറിന്റെ ഭവനത്തിൽ വന്നു, ജയിലറയിൽ വന്നു. അവിടെ നിന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിച്ച ആ സ്ഥാനത്ത് കൊണ്ടാക്കുവാൻ, മന്ത്രി
പദവിയിലേക്ക് കൊണ്ടുവരുവാൻ ജോസഫിനെ ഇടയാക്കി. ഹല്ലേലൂയ. പൗലോസിനെ ദൈവമായി കർത്താവ് പറഞ്ഞത്, നീ റോമിൽ എന്റെ സാക്ഷ്യം പ്രസ്താവിക്കണമെന്ന്. അതാണ് ദർശനം. പക്ഷെങ്കിൽ ഇപ്പോൾ വരുന്ന പോരാട്ടമെന്ന് അവന്റെ തല ഛേദിച്ചു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ചില കൂട്ടുകെട്ടുകൾ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമായി കർത്താവ് നിർണയിച്ച നിർണയം വരെ, ആ സമയം വരെ ശത്രുവിന് അവനെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് പൽക്കാല ചിലതെങ്കിലും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ചില ഹല്ലേലൂയ സ്തോത്രം ജീവിതങ്ങൾ, ചില വ്യക്തി ജീവിതങ്ങൾ കണക്കുകൂട്ടി ഹല്ലേലൂയ അതിന്റെ പതിയിരുന്ന് വിരോധമായി ഒളിയം പെയ്ത് തകർത്തുകളമാ നോക്കുന്ന മണ്ഡലങ്ങള് സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റ് അവർ കണക്കൂട്ടലെ തെറ്റിച്ച് അഹിതോഫലിന്റെ ആലോചന വ്യർത്ഥമാക്കിയതുപോലെ ചിലത് വ്യർത്ഥമാക്കി ഹല്ലേലൂയ ചില രേഖകളെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി എഴുതിയ ഹല്ലേലൂയ ഹാമാന്റെ രേഖകളെ ദുർബലമാക്കുവാൻ തക്കണം പുതിയൊരു രേഖ എഴുതി വെച്ചതുപോലെ ഇന്ന് പൽക്കാല ദൈവം വിളിച്ചു പറയാ, പുതിയ ചില രേഖകൾ എഴുതി ഹല്ലേലൂയ പുതിയ ചില ഹല്ലേലൂയ സ്തോത്രം കയ്യെഴുത്തുകളെ ദൈവമായി കർത്താവ് ദൈവജനത്തിന് വേണ്ടി എഴുതി വെക്കുവാൻ പോകുകയാണെന്ന് ഈ പൽക്കാല ദൈവം വിളിച്ചു പറയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ജെസ്സി രാജു എന്ന് പറയുന്ന ആന്റിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, കുടുംബത്തിന് വിരോധമായി, വ്യക്തിപരമായ ജീവിതത്തിന് വിരോധമായി ഒത്തിരി പോർവിളികളുണ്ട്, ഒത്തിരി പോരാട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ മുൻപോട്ട് വിടുകയില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശക്തിയുടെ മധ്യത്തിലാണ് നീ പാർക്കുന്ന ഇടമുണ്ടല്ലോ. സാത്താന സിംഹാസനം ഉള്ളടമ, എന്നാൽ അതിന്റെ മധ്യത്തിൽ എന്റെ കൃപയാണ് നിർത്തിയിരിക്കുന്നതെന്ന് ഇന്ന് പൽക്കാല ദൈവന്മാ വിളിച്ചു പറയുകയാണ്. ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്നെങ്കിൽ ശത്രു ജയിക്കത്തില്ല കേട്ടോ. യഹൂദന്മാർക്ക് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുമെന്ന്, നിനക്ക് ഉദ്ധാരണമുണ്ട്, രക്ഷയുമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പൽക്കാല ദൈവന്മാ വിളിച്ചു പറയുക. നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ചിലപ്പോഴൊക്കെ ഹല്ലേലൂയ തകർന്ന മനസ്സുമായി വേദനയോടെ ഒറ്റപ്പെട്ടിരുന്ന് നിലവിളിക്കുന്ന അവസ്ഥകൾ, കണ്ണുകൾ ഹല്ലേലൂയ അന്യായപ്പോലെ ഹല്ലേലൂയ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യചിഹ്നത്തിന്റെ മധ്യത്തിൽ മറുപടിയുമായി ദൈവം വേഗത്തിൽ വെളിപ്പെടുമെന്ന് ഈ പൽക്കാല ദൈവം വിളിച്ചു പറയുക. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന് വേദന അറിയുന്നവൻ, നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുന്ന ദൈവമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. നിന്നെ തുറച്ചു നോക്കുന്ന കണ്ണുകളുടെ മധ്യത്തിൽ നിനക്ക് വിരോധമായി ഹല്ലേലൂയ പ്രതികൂലമായി കയ്യെഴുത്തുകൾ എഴുതി വെച്ചിട്ട് നോക്കി ഇരിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവമായി കർത്താവ് വേഗത്തിൽ ഉദ്ധാരണം നൽകി തന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവമെന്ന് ദൈവമായി കർത്താവ് വ്യക്തമായിട്ട് ഓർപ്പിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊള്ളുക, പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊള്ളുക. ആരാധനയും ഉപവാസവും പ്രാർത്ഥനയും കുറയ്ക്കേണ്ട കേട്ടോ. ഹല്ലേലൂയ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മടുത്തു പോകണ്ട. ഈ ദിവസങ്ങളിൽ ദൈവം പുതിയതൊന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. മുമ്പുള്ളവയെ ഓർക്കേണ്ട കേട്ടോ, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ആലോചന പറയാ. മരുഭൂമിയിൽ വെള്ളവും ഹല്ലേലൂയ നിർജ്ജന പ്രദേശത്ത് തോടുകളും പുറപ്പെടുവിക്കും. മരുഭൂമിയെ നീർപ്പകയാക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ പൽക്കാല ദൈവം വിളിച്ചു പറയാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കുറയ്ക്കാതെ പ്രാർത്ഥനയിൽ ഊറ്റിരിക്കട്ടെ. എന്റെ പ്രവൃത്തി ഞാൻ നിന്നെ കണ്ണാൽ കാണുമെന്ന് ഈ പൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അതിന് മറുപടിയുമായി ദൈവം വേഗത്തിൽ മറുപടി കടന്നു വരുമെന്ന് ദൈവം വിളിച്ചു പറയുക. ആകയാൽ ഏൽപ്പിച്ചു കൊടുക്ക. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ പൗലോസിനോടുള്ള ദൈവിക ആലോചന അത് നിവൃത്തി വരേണ്ടതിന് ഹല്ലേലൂയ അവൻ റോമിലേക്ക് യാത്ര ചെയ്യുക. ഞാൻ വേഗത്തിൽ അങ്ങ് പോകട്ടെയോ. റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവന്റെ കപ്പലിനെ അടിച്ചുടയ്ക്കുമാറുള്ള ഒരു പ്രതികൂല കാറ്റ് ഈശാനമൂലം അടിച്ചു. തകർന്നു പോകേണ്ട, പ്രാണന് പോലും കേടുവരേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവമായി കർത്താവ് പറഞ്ഞ ആലോചന നിവർത്തിക്കേണ്ടതിന് അവന്റെ പ്രാണനോ അവനോട് കൂടെയുള്ളവരുടെ പ്രാണനോ കേടുവരുത്താതെ കപ്പലുടഞ്ഞെങ്കിലും കപ്പലിന്റെ പലകൾ ചിന്നാഭിന്നമായി കിടന്നതിൽ ഒരു പലകത്തുണ്ടി പിടിച്ച് അക്കരെ ഒരു സ്തോത്ര ദ്വീപിലെത്തുവാൻ തക്കണം ഇടയാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവന്മാർ വിളിച്ചു പറയാണ്. എന്തൊക്കെ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ
വന്നാലും ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന അത് നിവൃത്തിയാകേണ്ടതിന് ദൈവമായ കർത്താവ് ഒരു പലകത്തുണ്ട് പോലും ഹല്ലേലൂയ ഒരു കഷ്ടം പലകത്തുണ്ട് തന്നെ തന്നിട്ടായാലും നിന്നെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എത്തിക്കുമെന്ന് ഈ പൽക്കാല ദൈവാത്മ വ്യക്തമായിട്ട് ആലോചന പറയാ. ഒരു പലകത്തുണ്ടേ ഉള്ളല്ലോ, അത് മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന് ഒരു അല്പമുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവാത്മ വിളിച്ചു പറയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം സാഹചര്യം അല്ലെങ്കിൽ വിശ്വാസത്തെ തകർത്ത് കളമാറാ, അല്ലെങ്കിൽ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുമാറാ, അല്ലെങ്കിൽ പ്രതികൂലത്തിന് കാറ്റ് അത്രമാത്രം ശക്തിയോട് ആഞ്ഞടിച്ചത്. അതുകൊണ്ട് വിശ്വാസത്തെ നിലനിൽക്കുമെന്ന് പോലും വിചാരിക്കുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ ശത്രുവത് ശക്തമായി വെല്ലുവിളിയോടെ കടന്നു വന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഒരു പലകത്തുണ്ട് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത് മതിയെന്ന് അക്കരെ എത്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അത് മതിയെന്ന് ഹല്ലേലൂയ മിലിത്തയിൽ എത്തുവാൻ. മിലിത്തയിൽ എത്തിയാലോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ദൈവം അവിടെ വെച്ച് പൗലോസിനോട് പറയുന്ന നീ കൈസറെ മുമ്പിൽ ചെല്ലും. കാരണം നീ കൈസറെ അഭയം ചെന്നവനാ. നീ കൈസറെ അഭയം ചെന്നതുകൊണ്ട് നീ കൈസറെ മുമ്പിൽ പോകും. കാരണം റോമിൽ നീ എത്തും. പ്രൈസ് ദി ലോർഡ്. എത്തിക്കലെന്ന് പറയുന്ന ശത്രുവിന്റെ മുമ്പാകെ ഹല്ലേലൂയ ദൈവമായ കർത്താവ് ചിലത് എത്തിപ്പിടിക്കുവാൻ തക്കണം ഇടയായിത്തീരും. സിസ്റ്ററോടായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയട്ടെയോ, ദൈവം ഇതിലേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നിന്നെ നിന്ദിക്കുന്നവർ മധ്യത്തിൽ സ്തോത്രം, നിന്നെ നിന്ദിക്കുന്നവർ മധ്യത്തിൽ, നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് വാത് കെട്ടുന്നവർ മധ്യത്തിൽ ദൈവം നിന്നെ കുറിച്ചുള്ള വലിയ വിളി ഹല്ലേലൂയ അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സാധ്യതയുമില്ലെന്ന് നീ കണ്ട് ഇനി എങ്ങനെ മുൻപോട്ട് പോകും, ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ നിന്നെ കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കും വരെയും നിന്നെ മലങ്കരം പിടിച്ച് വഴി നടത്തുവാൻ ശക്തനായ ദൈവമാകട്ടോ. ഹല്ലേലൂയ. ശ്രേഷ്ഠമായ പദവിയിൽ ദൈവമായ കർത്താവ് കൊണ്ടെത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഇന്ന് പൽക്കാലം ദൈവന്മാർ പറയാണ്. വിശ്വസിക്ക്. സ്തോത്രം. മറിയോട് പറഞ്ഞ പോലെ ഹല്ലേലൂയ ദൈവം പറഞ്ഞത് ഹല്ലേലൂയ സംഭവിക്കുന്നു. വിശ്വസിച്ച നീ ഭാഗ്യവതി. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അസാധ്യമായ കാര്യമാണെങ്കിലും ഹല്ലേലൂയ എലിസബത്ത് പറയാണ് നീ വിശ്വസിച്ചു, അത് നിനക്ക് ഭാഗ്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അസാധ്യമാണെങ്കിലും സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. ചില വലിയ വാഗ്ദത്തങ്ങൾ നിന്റെ ഹല്ലേലൂയ കുടുംബത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ നോക്കുമ്പോൾ സാധ്യതയില്ല. പക്ഷെങ്കിൽ ഇന്ന് വർക്കാറ് ദൈവാത്മാ വിളിച്ചു പറയാണ്, സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ കൂടെ ദൈവമായ കർത്താവ് കരം പിടിച്ചാലുണ്ടല്ലോ വാതിലുകൾ തുറന്നു വരും. യേശുവിന്റെ നാമത്തെ കോറേസിന് വലങ്കരം പിടിച്ചതുപോലെ ദൈവം നിന്നെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വാതിലുകൾ അടയാതിരിക്കേണ്ട, കഥകൾ തുറന്നിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം വലങ്കരം പിടിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയാണ്. ആ വാഗ്ദത്തത്തിൽ ദൈവം കൊണ്ട് എത്തിക്ക തന്നെ ചെയ്യും. എന്നാൽ നിന്നയുണ്ട്, പരിഹാസമുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. പലപ്പോഴും ഹൃദയവേദനയോട് നീ ഒറ്റയ്ക്കിരുന്ന് കരയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ അവസ്ഥകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഹല്ലേലൂയ ആലോചന പറയുക. ഒരു പെനീന എങ്ങനെ ഹന്നയെ വേദനിപ്പിച്ചോ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് പ്രതിയോഗിയായി തീർന്നോ, അതുപോലെ നിനക്ക് പ്രതിയോഗികൾ ഉണ്ടെന്ന് ഇന്ന് പൽക്കാല ദൈവാത്മാ വിളിച്ചു പറയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ നീ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. അടഞ്ഞ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. എങ്ങനെ സംഭവിച്ചെന്ന് പലരും ചോദിക്കുമാർ. എന്റെ ദൈവത്തിന് കരം ചലിക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ഒരിക്കലും അത് തുറക്കപ്പെടത്തില്ല. ഒരിക്കലും ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ കഴിവില്ല എന്ന് പറയുന്ന സ്ഥാനങ്ങളിൽ എന്റെ ദൈവം ചിലത് തുറക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. അവർ ഹല്ലേലൂയ സ്തോത്രം യോർദാൻ കടന്ന് ഹല്ലേലൂയ സ്തോത്രം നേരെ മുൻപോട്ട് ചെയ്യുന്ന ഗിൽഗാലിലാണ്. ഗിൽഗാലിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ യോർദാനിൽ ഉറച്ചു നിന്ന സ്ഥാനത്ത് നിന്ന് ജ്ഞാപക കല്ലുകളെടുത്ത് ഗിൽഗാലിൽ നാട്ടുവാനിടയായി തീർന്നത് പോലെ ഇന്ന് പൽക്കാല ദൈവന്മാർ വ്യക്തമായിട്ട് പറയാ, ചില ജ്ഞാപക സ്തംഭങ്ങൾ ഹല്ലേലൂയ ദേശത്ത് നാട്ടത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തുമെന്ന് ഈ പൽക്കാല ദൈവന്മാർ വിളിച്ചു പറയും. നിന്നെ ഉരുട്ടി മാറ്റും.
Rikamana body vishana galagada haskuna the chapalkana galagada. Hallelujah, stotra. Lay and stay the gandapoloda garpate or the wall. In the Valkala and it in the Varana. Ninda in the Varana. Then you watch up the Martin or the Mandangale. Celavadra, then a quid, Torakapadan Bogiana. Hallelujah, stotra, Vadigal, then a quid, Torakapadan Bogiana. In the Valkali, help it or the Pratik or the Irvana Tod. Mataro Paradi Varenda. They were Sanada, the help it or the Pratik in Angel. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണെന്ന് ഈ പാൽക്കാലം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നദ്ധാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്ക്. ദൈവം മാനിപ്പാന്തക്കണ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പൗലോസിനോട് പറഞ്ഞതായ വാഗ്ദത്തം, ഹല്ലേലൂയ, പ്രതികൂല കാറ്റുകൾ അടിച്ചിട്ടും പ്രതിസന്ധികൾ അനവധിയായി കടന്നു വന്നിട്ടും അവനെ കൊന്നുകളയും ഛേദിക്കുമെന്ന് പറഞ്ഞിട്ടും ദൈവമായി കർത്താവ് റോമിൽ കൊണ്ട് നിർത്തിയതുപോലെ, ഹല്ലേലൂയ, വാഗ്ദത്തത്തിൽ കൊണ്ട് നിർത്തിയതുപോലെ ദർശനത്തിന് അതേ സ്തോത്രം പര്യവസാനം വരുത്തിയതുപോലെ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഹല്ലേലൂയ അതേ സ്തോത്ര വാഗ്ദത്തത്തിൽ കൊണ്ട് നിർത്തി ദൈവജനത്തെ മാനിപ്പാൻ ദൈവശക്തനായ ദൈവമാണ്. പൗലോസ് പറയാണ്, പ്രതികൂലം എന്തും വരട്ടെ, പക്ഷെ എന്നോട് പറഞ്ഞതുപോലെ നിവൃത്തി വന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നുവോ ദൈവജനമേ, വിശ്വസിക്കുന്നുവോ? ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അല്ലെങ്കിൽ അനേക വചനഭാഗങ്ങൾ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തരുന്നുണ്ടെങ്കിലും ഞാൻ സമയം തീർന്നുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്ക. ദൈവമായി കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് പറഞ്ഞ വാഗ്ദത്തം അത് നിവർത്തിച്ചെങ്കിൽ ഹല്ലേലൂയ നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞതായ ദൈവിക വാഗ്ദത്തം അവൻ നിർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതിലുപരിയായിട്ട് ഹല്ലേലൂയ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാണ്. കർത്താവ് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഞാൻ പോകുന്ന പ്രയോജനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹല്ലേലൂയ, ആ വാസസ്ഥലത്തിൽ ഇരുത്തുവാനാണ് കർത്താവ് ഇനി നമ്മെ തേടി വരുന്നത്. ഇനിയും വരുന്നത് നമ്മെ കൊണ്ടുപോയി ആ വാസസ്ഥലത്തിൽ പാർപ്പിക്കുവാനാണ്. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ ഇന്ന് പൽക്കാലം മറ്റെന്തിനേക്കാൾ അധികമായി നിത്യരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ തക്കണം ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ശ്രീമക്കളെ കനാൻ ദേശത്ത് കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞ ഹല്ലേലൂയ വാഗ്ദത്തത്തിൽ ഹല്ലേലൂയ മുറുകെ പിടിച്ച് ഹല്ലേലൂയ മുൻപോട്ട് പോകുവാൻ തക്കണം ദൈവമായി കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെന്ന് വിരമിക്കുന്നു. സമയം തന്ന ദൈവദാസിമാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കാനും അതിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ദൈവാലോചനയൊക്കെ തിരിച്ചറിയാൻ തന്ന സ്നേഹത്തിന് നന്ദി ചൊല്ലുന്നു. നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ നടക്കണം, എങ്ങനെ വചനം നമ്മൾ സ്വീകരിക്കണം എന്നൊക്കെ ആന്റിയിലൂടെ ഞങ്ങൾക്ക് കേൾപ്പാൻ കഴിഞ്ഞു. വളരെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മൾ ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ള വചനത്തിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളൊന്ന് പാസ്റ്റർ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ബന്ധുക്കളെ വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിക്കും. ഇതൊന്നും ചെയ്യാതെ നമുക്ക് ആദ്യം വിളിക്കാനുള്ളത് നമുക്ക് ഒരേ ഒരു നമ്പറേ ഉള്ളൂ, കോൾ 333. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. അതിൽ പറയുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. എന്നിട്ട് ധൈര്യത്തോടെ ഏത് ടൈമിലും വിളിക്കുക, കോൾ 333. ഈ നമ്പർ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വിളിക്കുക, നമ്മുടെ അപ്പൻ നമ്മളോട് പറയുന്നത് എന്താണോ അതനുസരിക്കുക. അപ്പൻ തരുന്ന ഉത്തരമായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുവരെ സഹായിച്ച ദൈവത്തിന് നന്ദി ചൊല്ലുന്നു. എന്നെ ഈ ദൗത്യത്തിലേക്ക് നടത്തിയ എല്ലാവരോടും നന്ദി ചൊല്ലുന്നു. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി ചൊല്ലുന്നു. ഇനിയുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ സോഫി